Is it heavy? From France, right? Yeah, France നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. Hi. Hi. Your name? Tobias. Tobias. Yeah. ഇവിടെ രണ്ടാളുണ്ട്. ഹായ്. ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ അതാണ് ഐബിസ് സ്റ്റൈൽസ് ഹോട്ടൽ. അതാണ് നമ്മളെ ഡച്ചുകാർ എടുത്തുന്ന ഹോട്ടലാട്ടോ. അപ്പം എൻ്റെ പെഡലിൻ്റെ പ്രശ്നമല്ലായിരുന്നു, വേറെ പ്രശ്നം കേട്ടോ. മലയാളികളും പുള്ളിയാട്ടോ. ശരത് ഭായ് പുള്ളീനെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ശരത് ഭായ് താങ്ക്സ് കേട്ടോ. അത് ശരത് ഭായിക്കും എനിക്കും അറിയാം എന്തിനാണ്. ഞാനിതാ ഇപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ്. എന്ത് രസമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അടിപൊളി. താങ്ക് യു. ഒരു ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും 2 മക്കളും ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവാണ്. എന്നെ കണ്ടിട്ട് സേഫ് ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇതാണ് സ്ഥലം, ഹിഡിലൻ സ്ഥലം, ബ്യൂട്ടിഫുൾ. ഹായ്. എന്ത് രസാ, മഴയും പെയ്യുന്നുണ്ടല്ലോ പഠിച്ചോനെ, മഴ പൊടിയുന്നുണ്ട്. അപ്പം എൻ്റെ പെഡലിൻ്റെ പ്രശ്നമല്ലായിരുന്നു, വേറെ പ്രശ്നം കേട്ടോ. എന്തായാലും പുതിയ പെഡലിട്ട് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് ഞാൻ വിചാരിച്ചു പെഡലിൻ്റെ പ്രശ്നമാണ്. പെഡലല്ല. രണ്ട് ഭാഗത്തും തോടുകൾ. ഹായ്. ഇതാണ് ഡെൻഹാഗ്. ഡെൻഹാഗ് അത്യാവശ്യം വലിയ സിറ്റി ആട്ടോ, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. സൂപ്പർ. അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഡെൻഹാഗ്. ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ അതാണ് ഐബിസ് സ്റ്റൈൽസ് ഹോട്ടൽ. അതാണ് നമ്മളെ ഡച്ചുകാർ എടുത്തുന്ന ഹോട്ടലാട്ടോ. ഇവിടെ എന്നെ കണ്ടിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഹായ് ബ്രോ. ഹായ്. യുവർ നെയിം? Tobias. Tobias. Yeah. ഇവിടെ രണ്ടാളുണ്ട്. ഹായ്. ബ്യൂട്ടിഫുൾ ഗ്ലാസ്. നൈസ്. Cool. നൈസ് ബൈക്ക്. ശരി. Yeah, thanks. Yeah. Like yours as well. It's really beautiful. Well, enjoy. You're almost there. No, another 4 countries. Yeah? Oh, you're going to cycle around here. I'm going to Belgium, Luxembourg, France, UK. Beautiful. Wish you a nice journey. Thank you so much. Good luck. Okay, bye-bye. Bye. ഇപ്പോഴേ അങ്ങോട്ട് പോകണോ അതോ ഒന്ന് കറങ്ങി ഡെൻഹാഗ് കണ്ടിട്ട് പോയാൽ പോരെ? ഞാനിപ്പോൾ കയറിയാലേ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങൂല, ഞാൻ അവിടെ കയറി നടന്നു. സൈക്കിളൊക്കെ അവിടെ ഫുൾ ലോക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. ഇറങ്ങുകയാണെങ്കിൽ ഞാനും സൈക്കിളും കൂടി ഇറങ്ങണം. അപ്പോൾ പിന്നെ അത് കയറിയാൽ പിന്നെ അത് നടക്കില്ല. രണ്ടാൾക്കും ഒന്ന് ബീച്ചിലൂടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് വരാം. പറ്റുകയാണെങ്കിൽ ഇറങ്ങി ഒരു കുളിയും കുളിക്കുക.
ഇവിടെ സൈക്കിള് വെച്ചടിച്ചു മാറ്റി പോകുന്ന പറയുന്നത്. ഇവിടുത്തെ രസം അതല്ല. ഇവിടെ സൈക്കിള് അടിച്ചു മാറ്റലല്ല, ബോറോ ചെയ്യലെന്നാണ് അവർ പറയാ. തൽക്കാലത്തേക്ക് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് എടുത്തിട്ടോ ഏതെങ്കിലും കനാലിൽ കൊണ്ടിടും. ഇവിടെ കനാൽ എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും ക്ലീൻ ചെയ്യും പോലെ. അപ്പോൾ ഒരുപാട് സൈക്കിളുകളാണ് കനാലിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് കാണാത്ത സൈക്കിളുകൾ ഇവരാരും വിൽക്കുകയൊന്നുമില്ല. ഇവർ നേരെ കൊണ്ടുപോയി കനാലിൽ കൊണ്ടിടും. അതാണ് അവരുടെ ഹോബി. ബോറോ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോകും. ഓരോ ആവശ്യം കഴിഞ്ഞാൽ ഓരോ കനാലിലേക്ക് ഇട്ടേക്കും. അല്ലെങ്കിൽ ആവശ്യത്തിന് യൂസ് ചെയ്യില്ല, ചിലപ്പോൾ നേരെ കൊണ്ടുപോയി കനാലിലേക്ക് തള്ളിയിട്ടേക്കും, എടുത്ത് കനാലിലേക്ക് ഇട്ടേക്കും. ഈ കഞ്ചാവും ഈ മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓരോ ഹോബി അതൊക്കെയാണ്. അതുകൊണ്ട് സൈക്കിള് വളരെ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഞാനെന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇങ്ങോട്ട്. അല്ലെങ്കിൽ എൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്. ഇത് ഡച്ചാർ എടുത്തെന്നാ. ഞാൻ ആദ്യം ടർക്കി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഡെൻമാർക്ക് കയറിയപ്പോൾ ഡെൻമാർക്കായിരുന്നു ഫേവറേറ്റ്. ഇപ്പോൾ നെതർലാൻഡാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ചുമ്മാ ഞാൻ വെറുതെ പറയല്ല, സൈക്ലിങ്ങിന് ബെസ്റ്റാണ് നെതർലാൻഡ്. ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസം നെതർലാൻഡ് ഫാമിലിയുടെ കൂടെ നിന്നത്. അവരിതാ എന്തൊക്കെയാ ചെയ്തിരുന്നത്. പഴയ ഡ്രാമാണല്ലോ. ഇങ്ങനെ അടിപൊളി. ഞാനൊന്ന് ബീച്ചിൽ പോയി കറങ്ങി തിരിഞ്ഞ് വരാം കേട്ടോ. Is it heavy? It's almost 2 years. 2 years? This is my 33rd country. Oh, wow. And you are working or just? No, this is my passion. I like to travel every country. And how do you get food and where do you sleep? You I sleep have outside, camping I think. tent. Yeah. And how you eat? Eat By nice from people? hotel, restaurant. Then many people inviting me to But their house. nice. Then in Netherlands, I was with the Netherlands family last 3-4 days. That's good. Wow. Very cool, dude. Yeah, thank you. You can follow it. I have Instagram. My name EC. Yeah, you can see there, Echo Wheelers. There are a lot of spaces. Yeah, I put because I need a comfortable position. I don't like to sit like this. And your name? I forgot to ask. I'm Dustin. Dustin. Nice You? to meet you. Leah. My name Faiz. Faiz? Yeah. Nice name. Okay. ഇതാണ് ഡെൻഹാഗിലെ ബീച്ച് കേട്ടോ. ഈ ഡെൻഹാഗിലെ ബീച്ച് അങ്ങോട്ടേക്ക് പോവാൻ എല്ലാവരും ഇവിടെ സൈക്കിൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഇങ്ങനെ സൈക്കിൾ ലോക്ക് ചെയ്ത് പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് സൈക്കിൾ ഉണ്ടാവില്ല. ഈ സൈക്കിളുമായിട്ട് ഈ മണലിൽ കൂടെ ആ ബീച്ചിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല. അപ്പം ഞാനാകെ പെട്ടിരിക്കുകയാണ്, എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. സൈക്കിളുമായിട്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. സൈക്കിൾ ഇവിടെ വെച്ച് പോയാൽ തീർന്ന് പിന്നെ നോക്കണ്ട. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്തിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ ഹോട്ടലിൽ സൈക്കിൾ വെച്ച് ഒക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ വരാം. ദാറ്റ്സ് മൈ പ്ലാൻ. ബീച്ചിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി ക്ലോസ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ കൈറ്റ് സർഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഒരുപാട് കൈറ്റ് സർഫേഴ്സ് ഉണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പറക്കാൻ പറ്റും. എന്നെ കണ്ടിട്ട് ഫ്രാൻസ് നിന്ന്, യു ആർ ഫ്രം ഫ്രാൻസ് റൈറ്റ്? യാ, ഫ്രാൻസ് നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഹായ്, ഹൗ യു? Your name? I am Marie. Mahi. I'm Marie too. Oh, too. I'm Cedric. Cedric. Okay. So happy to meet you all. And we'll meet you there in Paris in Olympics. I'll be there. You can message me in Instagram during
Olympics time, we will meet again there. Okay. You are in Paris No, or? we live here. Oh, you live here. We live in You have any, or maybe you have any friends or relatives there? You can share these details. Yes? Yeah, then I'll get some if I am there. Because it's very expensive there in Paris during Olympics. It's കാണുന്ന ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയത് 1875ലാണ് 1875 ലൈറ്റ് ഹൗസ് ആണ്. വെരി ഓൾഡ്. ഇപ്പോൾ വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ആയിരിക്കും. എന്തായാലും നമുക്കിങ്ങനെ നടക്കാം. ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ദുന്തി നടക്കുക പറയുന്നത് ചില്ലറ പണിയല്ല, നല്ല വെയിറ്റ് ഉണ്ടത്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഐപീസ് ഹോട്ടലിൻ്റെ ഇതിലാണുള്ളത്, റിസപ്ഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ ആളില്ല, ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളിപ്പം വരും. ഓക്കെ, ഇതാണ് ഹോട്ടൽ. നല്ല അടിപൊളി ലൊക്കേഷനാണ്, ബീച്ചിൻ്റെ തൊട്ടടുത്ത്. ഹായ്, ബുക്കിംഗ് ഓക്കെ ആണ്. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ദിസ് ഇസ് മൈ കീ. But I don't want to be in a video or photo. Yeah. This is my room key 705. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ബൈക്ക് അകത്തേക്ക് കയറ്റുന്നു. This way. Okay, you can park in here, you can take your luggage. Okay, thank you. The Krone is here, Yeah, the wheat is here, and the red is here. yeah. But in the same color. Okay, So, thank you. yeah, ready? Yeah, ready. Okay. ഇവിടുത്തെ പരിപാടി എനിക്കൊന്നും അറിയില്ല. ഇവിടുന്ന് ഇവർ ചെയ്തു തരുമോ? നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് ആളുകളുണ്ടാവും. ഈ ട്രോളി വലിച്ച് ഞാൻ തന്നെ പോവാ. ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ്, 7th floor. It's not coming. ഇങ്ങനെ ട്രോളിയിൽ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു. Yeah, this is the room. Wow, നല്ല ചൂടുണ്ടല്ലോ അടച്ചോണേ. AC ഇല്ലേ? AC ഇവിടെ ചില്ലാക്കാണ്. AC ഇവിടെ AC. സമയം 7 മണി ആവാറായി. ആ സമയത്തെ കാഴ്ചകളാണിത്. അടുത്ത റൂമിലേക്ക് പോകുന്ന കേട്ടോ. അടുത്ത റൂം തൊട്ടടുത്താണ്. ഇങ്ങനെ അങ്ങോട്ട് ചാടി അപ്പുറത്തെ റൂമിലെത്തി. അപ്പോൾ ശരി, ഞാനൊന്ന് ഇവിടുത്തെ AC ഇടാം. ടച്ചൂടെ എടുക്കണം. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നാണ്. ഐബിസ് താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻ്റാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് തുടക്കം മാത്രമാണ്. ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രെഡ്, നമ്മുടെ നാട്ടിലത്തെ മാതിരി ഐറ്റംസ് ഒന്നുമില്ല, ബ്രെഡും കാര്യങ്ങളും തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോവാണ്. സമയം 11 മണിയായി. 12 മണിക്ക് എംബസിയിൽ അപ്പോയിൻമെൻ്റ് ആണ്. ട്രോളി എടുത്തുകൊണ്ടുവന്നു. സാധനങ്ങളൊക്കെ വീണ്ടും ട്രോളി കയറ്റി പോവുകയാണ്. അപ്പോൾ ഇന്ന് മഴ ഡേ ആണ്. മഴ ഇവിടെയൊക്കെ നനഞ്ഞെടുക്കുന്നതാണല്ലോ.
കംപ്ലീറ്റ് വെള്ളമാണ്, നനഞ്ഞിടയ്ക്കാണ്. ബീച്ചൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, സ്റ്റേ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് ഇപ്പം 11:15 ചെക്കൗട്ട് ചെയ്ത് എംബസിയിലെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ട്രോളി ഉന്തട്ടെ. ട്രോളി ഉന്താനൊന്നും ഇവിടെ ആളില്ല, ഞാൻ തന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം തോന്നുന്നു. യൂറോപ്പിൽ ഇവിടുത്തെ സംഭവങ്ങൾ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ ഈ ഒരു ഹോട്ടലിൽ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ആദ്യമായിട്ട് ഒരാൾ എടുത്തിരുന്നത്. നെതർലാൻഡ് ഒരു പൊളിയാണ്. ഇവിടെ 3-4 ദിവസം നെതർലാൻഡ് ഫാമിലിയുടെ കൂടെ ആയിരുന്നു. ഇന്നിപ്പം എന്താ പറയുക, നെതർലാൻഡ് ഒരു റൂം എടുത്ത് തന്നു. പിന്നെ മലയാളികളും പൊളിയാട്ടോ. ശരത് ഭായ്, പുള്ളീനെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ശരത് ഭായ് താങ്ക്സ് കേട്ടോ. അത് ശരത് ഭായ്ക്കും എനിക്കും അറിയാം എന്തിനാ താങ്ക്സ് എന്ന്. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇവർക്ക് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തോളാം. ഓക്കെ, ഓക്കെ. 393 euros and 50 cents. Yeah, so just to be sure. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനി ഈ വഴിക്ക് നേരെ പോകണം. ഒരു 4 കിലോമീറ്റർ പോയാൽ എംബസി എത്തും. സമയമുണ്ട്, കറക്റ്റാണ്, ഓൺ ടൈമാണ്. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന കാര്യം. അത് തെറ്റിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാക്കി. എന്താണെന്നറിയില്ല, എൻ്റെ ഫാദറിന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഞാനും. ഒന്നും വിചാരിക്കരുത്, പങ്ക്ച്വാലിറ്റി അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്തോ മാതിരി, എന്താണെന്ന് അറിയില്ല, അതെങ്ങനെയാണ്. അപ്പോൾ ശരി, നമുക്ക് പോവാം. ഏകദേശം ഇന്ത്യൻ എംബസി എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ്റെ ഫ്ലാഗ് അവിടെ. നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ട്, സെയിം ഫ്ലാഗ്. അതാ, this is Indian Embassy flag. അതാ, തുറന്നിട്ടില്ലല്ലോ, ഇന്ന് ലീവാണ്. സംഭവം തുറന്നിട്ടില്ല, എന്താ ചെയ്യാ? 12 മണിയാണല്ലോ പറഞ്ഞത്. ഞാൻ 11:55 5 മിനിറ്റ് നേരത്തെ ആണല്ലോ. നോക്കാം. എന്നെ കാണാൻ വേണ്ടി ഒരു പുള്ളി വന്നിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ നിന്ന് വന്നാണ്. ഇതാണ് ആള്, ദിലീപ്. പുള്ളി വരുമ്പോൾ എനിക്ക് പുട്ടും കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോഴാണ് പറയുന്നത്. നമ്മൾ ലഞ്ച് പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദാ എനിക്കുള്ള പോകുമ്പോൾ കഴിക്കാനുള്ള പുട്ടും കറിയൊക്കെ ആയിട്ടതാ. എന്നോട് ചോദിച്ചു കൊണ്ടുപോകുമെന്ന്. ഞാൻ പറഞ്ഞു ആ കൊണ്ടുപോവാം. യെസ്, വീഡിയോ എടുത്തോണ്ടിരിക്കുക. അടിപൊളി. അപ്പോൾ ഇന്ന് പോകുമ്പോൾ കഴിക്കാനുള്ള സംഭവങ്ങളായി. ഇപ്പോൾ പുള്ളി പേര് ദിലീപ്, നാട് കാസർഗോഡ്. എവിടെയായിരുന്നു? കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ. കാര്യങ്ങളല്ലോ, പിന്നെ വന്ന് കാണണ്ടേ ഒരു രീതി. അല്ല, ഇതൊക്കെ വളരെ റയറായിട്ട് കിട്ടില്ലേ ഉള്ളൂ. ഇതുപോലെ എനിക്ക് ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരാൾ പ്രാഗിന്ന് 300 കിലോമീറ്റർ ദൂരെ നിന്ന് എനിക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നു. അതൊക്കെ ഒരു സന്തോഷമാണ് ഈ യാത്രയിലെ.